രാവിലത്തെ ക്യാപ്റ്റൻ നോമിനേഷൻ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകാൻ ബിഗ് ബോസ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ജാൻമണി എണീറ്റ് എനിക്കൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഒരു ബോംബാണ് പൊട്ടിച്ചത്. അതായത് ജാൻമണി ഒന്ന് പറയുകയാണ്, തന്നെ ഒരാൾ ഇവിടെ അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ചു, തൻ്റെ ആ കമ്മ്യൂണിറ്റിയെ ഒട്ടും യോജിക്കാത്ത രീതിയിൽ വളരെ അറപ്പുളവാക്കുന്ന, ആരും ഉപയോഗിക്കാത്തൊരു പദമാണ് ഉപയോഗിച്ചത്. പക്ഷേ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജാൻമണി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ ഭയങ്കര വലിയ വഴക്കാണ് പിന്നീട് നടന്നത്. ഇത് ആരാണ് പറഞ്ഞതെന്ന് പിന്നെ അതിനെപ്പറ്റി കൂടുതലൊന്നും ജാൻമണി പറയുന്നില്ല. പിന്നെ ബിഗ് ബോസ് വേഗം എല്ലാവരെയും വിളിച്ചു വരുത്തി പറയുകയാണ്, ഇവിടെ നടന്നത് സംപ്രേക്ഷണ നിയമങ്ങളുടെ ലംഘനമാണ്. അപ്പോൾ ഇത് ഈ ഷോയെ വളരെയധികം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അറിയാം, ഹൈക്കോർട്ടിലൊക്കെ ഹർജിയൊക്കെ കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങൾ ഇനി ഒരിക്കലും ചർച്ച ചെയ്യരുത്, ഇത് ശക്തമായ താക്കീതാണ് എന്ന് ബിഗ് ബോസ് എല്ലാ മത്സരാർത്ഥികളുടെ അടുത്തും പറയുന്നുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ ഒരു സമചിത്തത കൈവിട്ട് ഇങ്ങനെയൊക്കെ അസഭ്യ വാക്കുകൾ, അതും ഒരു LGBT കമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് തന്നെ വളരെ മോശമാണ്. അപ്പോൾ ബിഗ് ബോസ് ഇവിടെ ഈ സംഭവത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് എല്ലാവരുടെ അടുത്തും ഇത് 2 പ്രാവശ്യം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും ഇത് ആവർത്തിക്കുകയാണ്. ഷോയെ തന്നെ ബാധിക്കാവുന്ന പ്രശ്നമാണിതെന്ന് ബിഗ് ബോസ് അവിടെ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്.